അങ്ങനെ ഇന്നത്തെ എവിക്ഷനിൽ 4 പേര് വീണ്ടും ഔട്ടായിരിക്കുന്നു. ഔട്ടായേക്കുന്നവർ അപർണ, നയന, റെയ്ബിൻ, അഭിറാം എന്നീ 4 പേരാണ് ഇന്ന് ഔട്ടായിരിക്കുന്നത്. ഇന്നത്തത് ഇത്രയും ദിവസത്തെ എപ്പിസോഡ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ എവിക്ഷനിൽ ജഡ്ജസ് പറഞ്ഞിരിക്കുന്ന റീസൺസ് കുറച്ചുകൂടെ നമുക്ക് കൺവിൻസിങ് ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം നമ്മൾക്ക് തന്നെ ഇവരുടെ ഈ 4 പേരുടെ പ്രസൻസും അതിനകത്ത് കുറച്ചെങ്കിലും നമ്മൾക്ക് ആ ഒരു പ്രസൻസ് അങ്ങനെ ഒരാൾ ഈ ഹൗസിനുള്ളിൽ ഉണ്ടെന്ന് അറിയുന്നത് അഭിറാം മാത്രമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അഭിറാമിന് സയാറ്റിക്ക എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലം കാരണം അഭിറാമിന് ഫിസിക്കൽ ടാസ്ക് ഒന്നും അത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. തന്നെയല്ല അത് ഇഞ്ചുറി കൂടാനൊക്കെ ഉള്ള ഒരു കാര്യമായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ടായിരിക്കും അവരിപ്പോൾ തന്നെ ഔട്ടാക്കിയിരിക്കുന്നത്. നിർത്തിയിട്ടും കാര്യമില്ലെന്നറിയാം. കാരണം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പല ടാസ്കുകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിനകത്ത് വരെ എത്തിപ്പെടാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ടാസ്ക് കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയിരിക്കും എന്നുള്ളത് കൊണ്ടാവാം അഭിറാമിനെ ഇന്ന് ഔട്ടാക്കിയിരിക്കുന്നത്. ബാക്കി 3 പേരും അത് ഡിസർവിങ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ഇന്ന് 3 പേരും ഔട്ടായത്. ഒരുപക്ഷെ പുറത്തുള്ള കമന്റും കാര്യങ്ങളും ഒക്കെ കാണുന്നത് കൊണ്ടാവാം ജഡ്ജസിന്റെ ഭാഗത്തും അല്ലെ ബിഗ് ബോസിന്റെ ഭാഗത്തും ഒരു റീതിങ്കിങ് ഉണ്ടായിരിക്കുന്നത്. കുറച്ചുകൂടെ നല്ല രീതിയിൽ ഒരു ഡിസിഷൻ എടുക്കണമെന്നുള്ളത് വന്നിരിക്കുന്നത്. ഇന്നത്തെ ടാസ്കുകളൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാസ്കുകളായിരുന്നു. ഇനി നാളെ ഒരു സർപ്രൈസ് ഉണ്ടെന്നാണ് ഹോസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നാളെ വീക്കെൻഡ് എപ്പിസോഡ് ആയതുകൊണ്ട് ലാലേട്ടൻ വരുന്നുണ്ടാവും. ലാലേട്ടൻ്റെ കൂടെ ശ്രീനാഥ് ഭാസിയും മറ്റൊരു സെലിബ്രിറ്റിയും കൂടെ വരുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനത്തെ പ്രമോയും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് പ്രമോ ഞാൻ കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം.